പ്രിയരെ നമസ്കാരം. ഇത് എലവഞ്ചേരി പഞ്ചായത്തിൽ കിഴക്കുമുറി എന്ന സ്ഥലത്തേക്കുള്ള ഒരു ഉൾപ്രദേശത്തിലെ ഒരു റോഡാണ്. നല്ല മഴയാണ്. ഒരു സന്ധ്യ കഴിഞ്ഞു, രാത്രിയായി എന്ന് പറയാം. അങ്ങനെയാണ് പെട്ടുപോയത്. മഴയത്ത് പെട്ടുപോയത് ഈ ഒരു സന്ധ്യ കഴിഞ്ഞത്. ഞാൻ പോകുന്നത് അഭിനവ് എന്ന ഒരു ബാലൻ്റെ വീട്ടിലേക്കാണ്. 9ാം ക്ലാസ്സുകാരനായ പയ്യൻ. അവൻ്റെ വീടാണ് ദൂരെ കാണുന്നത്. അവൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, കീബോർഡ്, ഗിറ്റാറ്, പിയാനോ ഒക്കെ വായിക്കുന്ന ഒരു നല്ലൊരു കലാകാരൻ. നല്ല സ്റ്റേജുകളിലൊക്കെ കുറച്ചൊക്കെ കിട്ടി തുടങ്ങിയ ഒരു കലാകാരൻ. അവനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ലക്ഷ്യം എന്താണെങ്കിലും അവൻ്റെ വീഡിയോ നട്ടുവത്സരത്തിൽ നമുക്ക് കാണാം. സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഹായ് അഭിനവ്, എന്താ വിശേഷം? മിടുക്കൻ. പാട്ടും ഒക്കെ ആയിട്ട് പോവാണല്ലേ? ഗിറ്റാറ് ഷീൻ മാഷ് പറഞ്ഞിട്ടാ വന്ന ഞാൻ. അപ്പൊ എനിക്കൊന്ന് എൻ്റെ നാട്ടുവെളിച്ചം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു കുറച്ചു നേരം എനിക്ക് വേണ്ടി വായിക്കുമല്ലോ അല്ലേ? ഉറപ്പല്ലേ? ശരി, അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? വീട്ടില് ഒരു ചായ കുടിച്ചിട്ടല്ലേ? ഓക്കെ, റൈറ്റ്. ഷീൻ സാർ പറഞ്ഞിട്ടാ മോനെ ഞാൻ വന്ന അഭിനവ് അല്ലേ? എത്രയിലാ പഠിക്കണ? ഇനി 9th അല്ലേ? എവിടെയാ? BSS ഗുരുകുലം ആലത്തൂർ. ഓ, വിജയൻ സാറുടെ അല്ലേ? വിജയൻ സാറെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് കണ്ടിരുന്നു. അവിടെ കലാപരമായിട്ടുള്ള അവിടെയൊക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? എന്തിലൊക്കെ? ഓർക്കസ്ട്ര ടീമിൽ പോയിട്ടുണ്ട് അല്ലേ? ഏതാ വായിക്കുക? ഏതൊക്കെ വായിക്കും? കീബോർഡ് മാത്രം. ഗിറ്റാർ. പിന്നെ പിയാനോ ഇല്ല. അവിടത്തെ അല്ലേ? ഇവിടെ വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ട്? വീട്ടില് കീബോർഡ്, ഗിറ്റാർ. ഞങ്ങൾക്ക് ഇത്തിരി ഉറക്കെ പറയണം, എന്റെ പ്രേക്ഷകർക്ക് ഇത്തിരി നന്നായി കേൾക്കണ്ടേ. കീബോർഡ്, ഗിറ്റാർ, പിയാനോ. കീബോർഡ്, ഗിറ്റാർ, പിയാനോ, ഈ മൂന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എത്ര വയസ്സിൽ തുടങ്ങി ഈ പഠനം? 7 വയസ്സിൽ. 7 വയസ്സിൽ തുടങ്ങി. എന്താണ് ആ സാഹചര്യം? ഇത്ര ചെറുപ്പത്തിൽ പഠിക്കാൻ അച്ഛൻ കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. അച്ഛൻ നേരത്തെ ചില ചെണ്ട കൊട്ടലോ അതിനെന്തെങ്കിലും പഠിക്കാൻ? ചെണ്ട കൊട്ടാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കലാബോധം ഉണ്ട് അച്ഛന്. എങ്ങനെയാണ് മോനെ ഈ ഒരു ഇതിലേക്ക് വരാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? വീടിനടുത്തുള്ള ഒരു അമ്പലത്തില് ഗാനമേളയ്ക്ക് കീബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ, വീടിനടുത്തുള്ള എന്താ സ്ഥലത്തിന്റെ പേര്? പുഴപ്പാറ. ഈ നമ്മുടെ സ്ഥലത്തിന്റെ പേര് കിഴക്കുമുറി, എലവഞ്ചേരി കിഴക്കുമുറി അല്ലേ? പുഴപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാനമേളയ്ക്ക് പോയിട്ട് അവിടെ കീബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ കണ്ടായിരുന്നു, കീബോർഡ് കണ്ടു. അപ്പോഴേ എന്നോട് പറഞ്ഞപ്പോ എന്തോ പേര് പറഞ്ഞല്ലോ? അമർത്തുന്ന സാധനം അല്ലേ? അമർത്തുന്ന സാധനം കണ്ടു. അത് പിന്നീടാണ് കീബോർഡാണെന്ന് മനസ്സിലായത്. പേരൊക്കെ അന്ന് അറിയില്ല. ഗാനമേളയ്ക്ക് അതിന്റെ അടുത്തൊക്കെ പോയി നോക്കിയില്ലേ? അത് തൊടാനൊക്കെ സമ്മതിച്ചേ? ഗാനമേളയ്ക്ക് തൊട്ടോ? ഓ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അന്ന് ആ അമർത്തന സാധനം പഠിക്കണം എന്നാണ് അച്ഛനോട് പറഞ്ഞത്. എന്നിട്ട് ആദ്യം എവിടെ പോയി പഠിക്കാൻ? ആദ്യം കൊല്ലങ്കോട്. 7ാം വയസ്സിൽ. 7ാം വയസ്സിൽ ആദ്യം പഠിക്കാൻ പോയി. എന്നിട്ട് കൊല്ലങ്കോട് ത്യാഗരാജിൽ പോയി ഒരു 3 വർഷം. അവിടെ മാസ്റ്ററുടെ പേരെന്താ? സലിൻ സാർ. 3 വർഷം അവിടെ പഠിച്ചു. ഓ, അതിനുശേഷം കൊറോണ വന്ന് കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്ന് വീണ്ടും സലിൻ സാറിന് അവിടെ നെന്മാറയില് പോയി. അവിടെ എത്ര വർഷം പഠിച്ചു? അവിടെ ഒരു 3 വർഷം. ഇപ്പൊ എവിടെ പഠിക്കണു? ഇപ്പൊ പാലക്കാട്. ഏതിലാ? നാഷണൽ അക്കാഡമി ഓഫ് മ്യൂസിക്കില്. നാഷണൽ അക്കാഡമി ഓഫ് മ്യൂസിക്. ഓ, അത് പാലക്കാട് ഇപ്പൊ പഠിക്കണം. ടോട്ടൽ ഇപ്പൊ എത്ര വർഷം പഠിക്കാൻ തുടങ്ങിയിട്ട്? 7 വർഷം. 7 വർഷമായി. ഓക്കെ. എന്താ ഏതൊക്കെ ഗാനമേളയിൽ പോയിട്ടുണ്ട്? എത്ര എണ്ണത്തിൽ പോയിട്ടുണ്ട്? ഫ്യൂഷന് രണ്ടവിടെ പോയിട്ടുണ്ട്. അത് ആരുടെ ടീമിന്റെ കൂടെ പോയി? ഒന്ന് സതീഷ് സാറിന്റെ കൂടെ. സതീഷ് സാർ, നമ്മുടെ വയലിൻ വായിക്കുന്ന സതീഷ് സാർ. ഫയർഫോഴ്സിലെ. ഓക്കെ. പിന്നെ ഷീൻ മാഷിന്റെ കൂടെ. പ്രിയപ്പെട്ട ഷീൻ മാഷ്. ഷീൻ മാഷിനോട് പോയിട്ടുണ്ട് അല്ലേ? പിന്നെ സോളോ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? സോളോ ആയിട്ട് കൊടുവായൂർ സ്കൂളില് ഷീൻ മാഷിന്റെ. എത്ര പ്രോഗ്രാം സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട് സോളോ ആയിട്ട്? ഒരു 20-25. 25ഓളം സ്റ്റേജുകളിൽ സോളോ ആയിട്ട് ഈ ഗിറ്റാറും കീബോർഡൊക്കെ വായിക്കാൻ പോയിട്ടുണ്ട്. ഒരു കൈത. ശരി ശരി ശരി. അപ്പൊ അതില് 4th ഗ്രേഡ് ആയി. അപ്പൊ ഫസ്റ്റ് ഗ്രേഡ് വേണ്ടേ? ഫസ്റ്റ് ഗ്രേഡ് ഇല്ലെങ്കിലും. ഫസ്റ്റ് ഗ്രേഡ് താഴെയും മേലെയാ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മളിപ്പോ സാധാരണഗതിയിൽ എങ്ങനെയാ വിചാരിക്കുക? ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെന്നല്ലേ? ഇതിലങ്ങനെയല്ല. ഫസ്റ്റ് ഗ്രേഡ് ഏറ്റവും താഴെയാണ്. അപ്പൊ 1st, 2nd, 3rd, 4th, 5th, 6th. അപ്പൊ അതിൽ ഏറ്റവും മേലുള്ള ഗ്രേഡ് ഏതാ? 8th ഗ്രേഡ് ആണ്. അതാണ്. അപ്പൊ 8th ഗ്രേഡ് ആണ് ഏറ്റവും ടോപ്പ്. അവിടെ എത്തണം എന്നാണോ ലക്ഷ്യം? അപ്പൊ അതിന് മേലെ എത്തണം എന്നാണോ? അതിനും മേലെ പോകണമെന്നുണ്ട്. എവിടെ? അതുക്കും മേലെ എവിടെ പോകണം?
വലിയൊരു അറിയപ്പെടുന്ന മ്യൂസീഷ്യൻ ആകണമെന്നുണ്ട്. അറിയപ്പെടുന്ന മ്യൂസീഷ്യൻ. മ്യൂസീഷ്യൻ ആകട്ടെ. ഓക്കെ, അറിയപ്പെടുന്ന മ്യൂസീഷ്യൻ ആണോ അല്ലേ? ഒന്ന് അറിയപ്പെടുന്ന മ്യൂസീഷ്യൻസിന്റെ പേരെന്ന് പറയാൻ പറ്റും? അനിരുദ്ധ് രവിചന്ദ്രൻ. അനിരുദ്ധ് രവിചന്ദ്രൻ ഏത് പടത്തിന്റെ സംഗീത സംവിധായകനാണ് അദ്ദേഹം കുറെ പടത്തിന്. ഒന്ന് പറയാം. ഇന്ത്യൻ ടു, വിക്രം. മതി. വെരി ഗുഡ്. പഠിച്ചിട്ടുണ്ട്, മിടുക്കനാണ്. ഇതിന് താല്പര്യമുണ്ട് കുട്ടിക്ക് എന്തായാലും. പിന്നെ AR റഹ്മാൻ. ദ ലെജൻഡ് AR റഹ്മാൻ. ഓക്കെ, പിന്നെ സ്റ്റീഫൻ ദേവസി. അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ മത്സരങ്ങളിൽ നിന്ന്? കിട്ടിയിട്ടുണ്ട്. നമ്മുടെ BSS പഠിച്ചിട്ടോ അതിന് മുമ്പുണ്ടോ? അതിനു മുമ്പുണ്ട്. അത് കിട്ടി. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം കിട്ടിയത്? തേർഡ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യം അംഗീകാരം കിട്ടി. അതെങ്ങനെ, ജില്ലാ ബേസിലോ അതോ? അല്ലല്ല, അരങ്ങേറ്റത്തിന്. പിന്നെ അതിനുശേഷം ഓരോന്നായിട്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് കിട്ടി അല്ലേ? ഈ ഇരിക്കുന്ന ട്രോഫിയും മെമന്റോസ് ഒക്കെ അന്ന് കിട്ടിയതാണ് അല്ലേ? അത് ശരി. ഇത് കലോത്സവം അല്ലേ? കലോത്സവം. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് കിട്ടി അല്ലേ? വെരി ഗുഡ്. കൊല്ലത്ത് വെച്ച് നടന്നത്. ഓക്കെ. അഭിനവ് കൃഷ്ണ ഇതാ വരുന്നു അടുത്തത്. സ്നേഹപൂർവ്വം പുരോഗമന കലാസാഹിത്യ സംഘം എലവഞ്ചേരി യൂണിറ്റ്. വെരി ഗുഡ്. ഓക്കെ. ഇത് പാർട്ടിസിപ്പന്റ് ഫിൻ ഗ്രൂപ്പ് അല്ലേ? ഫിഫ ഫെസ്റ്റിവൽ 2022. ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ചെറിയ ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ഷോക്കേസ് തികയാണ്ടാകട്ടെ. സുരേഷ് സാർ KSCB അല്ലേ? ഇപ്പൊ പട്ടാമ്പി. മാഡം പാലക്കാടാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? റൈറ്റ്. ഇവിടെ ഒരു സുരേഷ് എന്നുള്ള ഇരിക്കുന്ന ട്രോഫി, അതാണ് ഞാൻ നോക്കാൻ കാരണം. വലിയൊരു ഇതെന്തിനാ കിട്ടിയത്? ഏതിനാ? ഐറ്റം ഏതാ? ഗിറ്റാർ വായിക്കും. മകനെ പോലെ തന്നെ അല്ലേ? മകൻ പഠിപ്പിച്ചെന്നാണ്. അത് ശരി. ഓക്കെ. മകൻ പഠിപ്പിച്ചിട്ട് പാരന്റ്സ് കലോത്സവത്തിന് പ്രൈസ് മെമ്മന്റോ വാങ്ങിച്ചു. ഇത്ര നേരം വർത്തമാനങ്ങൾ കേട്ടു. വീണ്ടും ഞാൻ ആശംസിക്കുകയാണ്. ഞാനും എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടുവെളിച്ചത്തിൻ്റെ പ്രേക്ഷകരും നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ആശംസകളും അർപ്പിക്കുമെന്ന വിശ്വാസം ഉണ്ട്. നല്ലൊരു ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെ ഞാൻ പറയുകയാണ്. എൻ്റെ സത്യസന്ധരായിട്ടുള്ള പ്രേക്ഷകരും കുറച്ച് പേരേ ഉള്ളൂ, അത് കൂടുന്നു വിശ്വസിക്കുന്നു. അവരെല്ലാം ഇത് കണ്ടിട്ട് അഭിനവിന് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ അവനെ മുകളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെയും കൂടി സപ്പോർട്ടുകൾ വേണം. അപ്പോൾ എന്താണെങ്കിലും അഭിനവ്, നമുക്ക് നിന്റെ പ്ലേ ആണ് ഇനി അടുത്ത ഐറ്റം. പിയാനോ അല്ലേ? പിയാനോയിൽ ഏത് പാട്ടാ വായിക്കണേ? പൂക്കൾ പൂക്കും. ഒന്നുകൂടെ അപ്പോഴേ പാടിയില്ല, ഒരു 2 വരി പാടുന്നത് പോലെ രസമുണ്ട്. പൂക്കൾ പൂക്കും തരുണം വാനുയിരേ പാർത്തതാരുമില്ലേ. ഓക്കെ.
ഓക്കെ, സൂപ്പർ 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 സൂപ്പർ, ഗംഭീരം. യൂട്യൂബ് ചാനൽ ഉണ്ടാവും അബി KS മ്യൂസിക് എന്ന ഒരു മ്യൂസിക് ചാനൽ കൂടി നിങ്ങൾ യൂട്യൂബ് ചാനൽ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്റെ ആളുകൾ ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ അബി KS മ്യൂസിക് എന്ന നമ്മുടെ അഭിനവിന്റെ മ്യൂസിക് ചാനൽ കൂടി ആളുകളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ ചെയ്യുന്ന 1-2 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു മൂവ്മെന്റ്സ് ആണ് കിട്ടിയത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. അതുപോലെ ഇതിനും അഭിനവിനും നല്ല സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാലും നല്ലൊരു ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും നന്നായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ള, എപ്പോഴും സ്റ്റേജുകളിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് കൂടി പറയുകയാണ്. ഇപ്പൊ എന്താണെങ്കിലും പൈസയെ കുറിച്ചൊന്നും അത്ര കൂടുതൽ സംസാരിക്കാറില്ല അല്ലേ? അതൊന്നും ഞാൻ അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ചാനലിലൂടെ വരുന്ന അഭിനവിന്റെ ഈ മ്യൂസിക് സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.